എന്താ ചട്ടി വെച്ചു. നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ എന്താ ഇതിലേക്ക് ലസമാണ് ഉലുവ ഇട്ടെടുത്തിട്ടുണ്ട്. ഉലുവാണത്. ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ എന്താ ഉള്ളി ഇട്ടെടുത്ത് ഇത് നല്ലോണം ഇതിൽ കിടന്ന് മൂക്കട്ടെ. മോളെ ഇതൊരു കറിവേപ്പിൻ്റെ വച്ചുണ്ടാ എന്താ ഇത് നല്ലോണം ഒന്ന് ആയിക്കിട്ട് വെന്തിട്ടിട്ടെ എരിഞ്ഞിട്ട് അതെന്താ എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണ് വിചാരിക്കുന്നത്. നല്ലോണം ഒന്ന് വഴറ്റി എരിഞ്ഞിട്ടാണ് കേട്ടോ. ഉള്ളി ഒന്ന് ഞെരിയട്ടെ. തീയൊക്കെ നല്ല സ്പീഡിലാണ്. ചട്ടി അതിനെക്കൊണ്ട് ചൂടായി കിട്ടിയാലേ ഉള്ളൂ. നമ്മൾ പെട്ടെന്നായി കിട്ടും. എനിക്ക് ഭയങ്കര വലിപ്പവും കനമുള്ള ചട്ടിയാണ്. ചട്ടിയൊക്കെ ചെറുതും വലുതായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. എപ്പോഴും ചട്ടി എടുക്കില്ലാന്നുള്ളൂ. നമുക്ക് ഏട്ടന് തല വെക്കാനാട്ടോ. തല മാത്രമാണ്. അതേ മോള് കിട്ടുമ്മ നല്ലോണം ഞെരിയട്ടെ. അത് നല്ലോണം നല്ല സ്വർണ്ണ കളറായിട്ടുണ്ട് മക്കളെ. ഇതിലേക്ക് നമുക്ക് ലേശം വെളുത്തുള്ളി ഇട്ടാ. വെളുത്തുള്ളി അങ്ങ് ഇടേണ്ടത്. ഇതിലൊന്ന് പച്ചമണം ഒന്ന് മാറട്ടെ. നമുക്ക് ലേശം കരിവേപ്പിൻ്റെ ഇതിലിട്ടെടുത്ത് കൂടെ ഇതിലിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് ഞാനിതിലേക്ക് ഇതിലെന്തെല്ലാം ഇട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇതിൽ ഞാനിട്ടത് പുളി, ഒരു 3 ചെറിയ തക്കാളി, ഒരു കഷ്ണം വലിയ ഉള്ളിൻ്റെ ഒരു പകുതി ഉള്ളി, പിന്നെ കുറച്ച് ഉലുവപ്പൊടി, നല്ല പെരുംജീരകം കേട്ടോ. എപ്പോഴും നല്ലതാകുമ്പോൾ വായിൽ വരുള്ളൂ. ഒരു പെരുംജീരകം ഇട്ട് കൊടുത്ത് ഒരു ചെറിയ 2 സ്പൂണ്, പിന്നെ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ ഇട്ടാട്ടിയതാണിത്. ഇത് കിടങ്ങാണ്ടൊന്നും ഇങ്ങനെ ഇതാവട്ടെ. അത് നമുക്ക് ഏട്ടൻ്റെ തല കഴുകി വെച്ചത് ഇതിലിട്ടുങ്ങാണ്ട് ശരിയാക്കി എടുക്കാം. ഒന്ന് വച്ചട്ടെ. നമുക്ക് നമ്മളെ കറി ഒന്ന് നോക്കട്ടോ. കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് മുറിച്ച് കഴുകി വെച്ച മീനിലിട്ടു. എന്നിട്ടാ മീൻ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. തലാണ് കേട്ടോ കൂടുതൽ. തലാണ് 2-3 കഷ്ണമുള്ളൂ. തലാണിത്. നമുക്കിതിൽ കിടന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വറ്റി കുറുകി വേവട്ടെ കേട്ടോ. നല്ല അപ്പം പോലെയുള്ള മുളിയാറാണ്. മുളിയാറ് വെച്ചാൽ മുളകിട്ട വെള്ളം പോലെയുള്ള വേറെ, ഇത് വേറെ. അപ്പോൾ ഉപ്പും പുളിയൊക്കെ പാകമാണ് കേട്ടോ. ഞാൻ മുളക് ആട്ടുന്നതിൽ ഇഞ്ചി കഷ്ണം ഇട്ടിങ് കേട്ടോ. വെളുത്തുള്ളിയിൽ വാട്ടുന്നതിലും ഇട്ട് ഇവിടെ പറയാൻ മറന്നുണ്ടെങ്കിലും വെച്ച് പറഞ്ഞാണ്. ഇത് നല്ലോണം ഒന്ന് തിളച്ച് വേവട്ടെ. അങ്ങനെ കറിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. 2 പ്രാവശ്യമൊക്കെ തുറന്ന് നോക്കിയതാണ്. അതൊന്നും പൊട്ടിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. നല്ലോണം വെന്ത് നല്ല കുറുങ്ങനായിട്ട്
വറ്റിയിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ പാകത്തിനുണ്ടെന്ന്. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം കൂടെ കരിവേപ്പില ഊരിയിട്ട് കൊടുക്കുക. ഇത് മതി കേട്ടോ, ഇത് വെന്തിക്കുന്നു. നമുക്കിത് അടിച്ചിടാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.